നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ? അതെ, നമ്മളുടെ ജൂൺ മാനിഫെസ്റ്റേഷൻ ബോട്ടിൽ 369 ടെക്നീക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഡെഫിനറ്റ്ലി കണ്ടു നോക്കുക. എന്താണ് നിക്കോള ടെസ്ലയുടെ 369 ടെക്നീക്കും? നമ്മുടെ ലൈഫിൽ പല ആൾക്കാർക്കും മാനിഫെസ്റ്റേഷൻ നടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോർട്ടൽ ഓപ്പൺ ചെയ്തൊരു ടൈമാണ്. സോ അറ്റ്ലീസ്റ്റ് കുറേ പേര് ചോദിച്ചു കേട്ടോ, 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രാക്ടീസസ് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് സീയിങ് ദ ഡിഫറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ്. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, ഏറ്റവും അവസാനം പറയാം. കാരണം എന്താ പറയുക, കുറേ ആൾക്കാർ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ആ സംശയങ്ങളുടെ മറുപടി ഏറ്റവും അവസാനം നമുക്ക് കൊടുക്കും, അതല്ലേ നല്ലത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതെ, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പണമായിട്ടുള്ള ബന്ധമാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ബന്ധമാവാം, ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, ഹെൽത്ത് ആവാം. ഇതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ള ഹീൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ വെരി പവർഫുൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നീക്ക്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് അവസാനം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ടെക്നീക്ക് എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ രേഖപ്പെടുത്താം. ഡെഫിനറ്റ്ലി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു ഇതിപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ലോ ഓഫ് അട്രാക്ഷന്റെ വീഡിയോയിലേക്ക് മാറിയെന്നറിയാമോ? ഓരോ ദിവസവും ഞങ്ങൾക്ക് മെസ്സേജുകൾ വരുന്നത് മുഴുവൻ ലോ ഓഫ് അട്രാക്ഷൻ ചോദിച്ചിട്ടാണല്ലേ. അതെ, അത് എവറി ഡേ ആൾക്കാർക്ക് പഠിക്കാൻ ഒത്തിരി താല്പര്യമുണ്ട്. ഇപ്പൊ ഈ തവണത്തെ ഇപ്പൊ ഇന്ന് മിറക്കിൾ മോർണിംഗിന്റെ ബാച്ച് ആയിരുന്നു, അതിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. വരുന്ന എല്ലാവരും ഒരു മെയിൻ കാര്യം തന്നെ they want to learn law of attraction. ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് അവർ പഠിക്കാൻ. രാവിലെ 5 മണിയുടെ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ കുറച്ച് പെയിൻ എടുത്തിട്ടാണ് ഈ 5 മണിയുടെ ക്ലാസ് വരുന്നത്. അത് കാര്യം 5 ദിവസം വരണം എന്ന് ക്ലാസ് 2 hours ആണ്. ഇന്ന് ശരിക്കും ക്ലാസ് പോയത് 2 മണിക്കൂർ പോയത്. 5 മണിക്ക് തുടങ്ങിയ ക്ലാസ് തീർന്ന് 7 മണിക്കാണ്. പക്ഷെ ഒരു മനുഷ്യര് പോലും അതിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും ഒരു ഹാർട്ട് കണക്ഷൻ, ആ ഒരു വൈബ്രേഷൻ, യു ഫീൽ ദാറ്റ് എനർജി. ആൻഡ് എല്ലാവരും അത്രയും ഇന്ററാക്ട് ചെയ്തിട്ടാണ് ക്യുവാൻഡിയിലൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് അപ്പൊ നമ്മൾക്കും ഒരു ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾക്കും ആ ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കാം. ഇത് ഈ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞ്. കോളുകൾ വിളിക്കുമ്പോൾ കുറെ കോളുകൾ വരുന്നതുകൊണ്ട് ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ് ടു അഡ്രസ് എവറി കോൾ. അപ്പൊ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഒരു വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഏത് പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. ഏത് ഇതിലും വരാം. 1 മാസത്തെ ക്ലാസ് ആണ് മാനിഫെസ്റ്റ് മിറക്കിൾസിൽ വരിക. ഇപ്പൊ നമ്മൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു 2999 ആ ഒരു പ്രോഗ്രാം, 1 മാസത്തെ പ്രോഗ്രാം നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഇപ്പൊ എനിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയാണ്, അപ്പൊ 5 ഡേയ്സിന്റെ ക്ലാസ്സിൽ വരിക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് 1000 രൂപയ്ക്ക് ആ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ അതൊരു 10 hours ഓഫ് ലേണിംഗ് ആണ്. മറ്റത് 1 മാസത്തെ ഒരു ലേണിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ വരിക. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. കാര്യം ഇന്ന് നമ്മൾ നോക്കാൻ പോണ ആ ഒരു ടേം തന്നെ ഇങ്ങനെ ഞാൻ എപ്പോഴും തെറ്റിച്ചു പറയുന്നത് ഇല്ലേ, എന്താണ് ശരിക്കും പറഞ്ഞാല് എന്നാണ് നമ്മുടെ ടെക്നിക്കലി പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഒപ്പണോ എന്നൊക്കെ നമ്മൾ അതപ്പോ ഈ ഒരു ടെക്നീക്ക് ഇത് ആക്ച്വലി ഒരു ഏൻഷ്യന്റ് ഹവായിയൻ പ്രെയർ ആണ്. ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഡോക്ടർ ഹൂലൻ എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്. അദ്ദേഹമാണ് ഈ ടെക്നീക്ക് ഒരു മിറക്കിൾസ് ആയിട്ടുള്ള ഒരു ഒരു ഇവന്റ് നടന്ന ശേഷമാണ് നമ്മള് ഡോക്ടർ ജോ വിറ്റാലി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്റ്റോറി തന്നെ ഇങ്ങനെയാണ്. ഡോക്ടർ ഹ്യൂലനെ ശരിക്കും അദ്ദേഹം ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനെ ശരിക്കും ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിനെ റിക്രൂട്ട് ചെയ്ത, അദ്ദേഹത്തിന് ചുമതല കൊടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്രമണ വാസനയുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് അദ്ദേഹത്തിനെ എടുത്തത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് ഒരു കൺട്രോളും ഇല്ല. വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അവര് സ്വയം മെന്റലി ഇല്ലായിട്ടുള്ള സ്വയം അവരെ കെട്ടി ഇവൻ നാക്ക് കടിച്ച് അവരെ തന്നെ ഹാം ചെയ്യുന്ന രീതി. അപ്പൊ അവിടെ കുറെ തെറാപ്പിസ്റ്റ് എല്ലാവരും വന്നിട്ട് അവരെല്ലാവരെയും ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു വാർഡായിരുന്നു. അവിടെ ഹ്യൂലനെ ഇൻവൈറ്റ് ചെയ്തു, ഇദ്ദേഹം വന്നു. അപ്പൊ വൈ ദിസ് ബിക്കേം വെരി ഫേമസ് ഇസ് ദാറ്റ് ഇൻ ജസ്റ്റ് ഓൾമോസ്റ്റ് എ മന്ത് അദ്ദേഹം ഇവരാരെയും ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ അദ്ദേഹം പോയിട്ട് ഓരോ വ്യക്തികളുടെ ഫയൽ എടുത്തിട്ട് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ 1 മാസം അദ്ദേഹം
അദ്ദേഹം അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ഒരു മാജിക്കൽ പ്രെയർ ഇങ്ങനെ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. അത് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചൊരു ഒരു അദ്ദേഹത്തിന്റെ ടെക്നിക്കാണ്. അതെ അതെ അപ്പൊ എന്നിട്ട് എന്ത് ചെയ്ത് ആ രോഗികളൊക്കെ സുഖം പ്രാപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാസങ്ങൾ കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിയും വരാത്തൊരവസ്ഥ അത് ക്ലോസ് ഡൗൺ ചെയ്യും. അപ്പൊ ഇതൊരു അദ്ദേഹം എന്താ വെച്ചാൽ ഈ ആകർഷണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ, ലോകത്തിലെ എല്ലാം ഊർജം കൊണ്ട് നിർമ്മിച്ചതാണ്. അതാണ് എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് മെയ്ഡ് ഓഫ് എനർജി. നിങ്ങളാവാം, ഞാനാവാം, മമ്മിയാവാം, നമ്മളെല്ലാവരും എനർജിയാണ്. സോ ഇൻ എ സെൻസ് വി ആർ ഓൾ ഇന്റർകണക്റ്റഡ്. അതെ. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ അനീറ്റയെ കുറിച്ച് എന്ത് ചിന്തിക്കണോ അത് എന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. സെയിം വേ മമ്മീനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്താണോ അത് മമ്മീനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ബേസിക് ഇതാണ്. അപ്പൊ നമ്മളുടെ ഒരു വോയിസിനാവാം, നമ്മളുടെ ഒരു എനർജിക്കൊക്കെ ഒരു ആവൃത്തിയുണ്ട്. ആ ആവൃത്തി ശരിക്കും പറഞ്ഞ ഇപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ ഇപ്പൊ കുർബാനയൊക്കെ വെക്കാറുണ്ട്. അപ്പൊ ആ കുർബാന വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ എല്ലാവരും കൂടി വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വേറൊരു വൈബ്രേഷൻ ആണ്. ഇതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മൾ പള്ളിയിൽ പോകുന്നതാവാം, മോസ്കിൽ പോകുന്നതാവാം, അമ്പലത്തിൽ പൂജ നടത്തുന്നതാവാം. യു റിയലി ഗെറ്റ് ഈ മന്ത്രാസ് ഒക്കെ ചൊല്ലുമ്പോൾ ഇതിനൊക്കെ ഒരു വളരെ പവർഫുൾ ആയിട്ട് ഫ്രീക്വൻസി ഉണ്ട്. സോ ദാറ്റ് റിയലി ഹെൽപ്സ് യു. നമുക്ക് അപ്പൊ ഒരു എനർജി പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് എത്താനാണ് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് പെട്ടെന്ന് കിട്ടണം ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പ്രെയർ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ ആൾക്കാരെ മുഴുവൻ ഹീൽ ചെയ്തപ്പോൾ അത് അവിടെ മുഴുവൻ അത്രയും ചർച്ചയായി. ജേർണലിസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ഇത്രയും തകർന്ന് തരിപ്പണമായിട്ടുള്ള ആൾക്കാരെയാണ് ഹീൽ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു സംഭവമായിട്ട് മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ബേസ് ചെയ്തപ്പോഴും അദ്ദേഹം ആകെ ഉപയോഗിച്ചൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഈ ഹോ ഉപ്പോണുപ്പോണോ എന്ന് പറയുന്നത്. ഇത് മെയിൻലി 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ദാറ്റ് യു സേ. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യം ഇതാണ്, ലൈക്ക് വി സെഡ് എവറിത്തിങ് ഇസ് മെയ്ഡ് ഓഫ് എനർജി. നമ്മൾ ഈ പറയുന്ന ചില വാക്കുകൾക്ക് പോലും വളരെ പവർഫുൾ ആയിട്ടുള്ള വാട്ട് യു സേ ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിച്ച് ഹാസ് ദ മോസ്റ്റ് പവർഫുൾ ഫ്രീക്വൻസി. ഒന്ന്, ഐ ആം സോറി. സെക്കൻഡ് ഇസ് പ്ലീസ് ഫൊർഗിവ് മീ. താങ്ക് യു. ഐ ലവ് യു. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ഏത് ഓർഡർ വേണമെങ്കിൽ ചെല്ലാം. പക്ഷെ ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഫ്രീക്വൻസിയിലേക്ക് ടാപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രെയർ ഇങ്ങനെ ചെയ്തില്ലപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഗൂഗിളിൽ പോയി റിസർച്ച് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ അനീറ്റയുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഡോക്ടർ ഹ്യൂലന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചതിന് ശേഷം എന്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഹീൽ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അമ്മീനെ ഹീൽ ചെയ്യാൻ പറ്റി, നമ്മുടെ കുറെ മണി ബ്ലോക്കേജസിനെ ഹീൽ ചെയ്യാൻ പറ്റി, കുറെ ആൾക്കാരായിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉള്ളത് മാറ്റാൻ. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി മാസീവ്. ഇതിപ്പോ ഞങ്ങൾക്ക് പേഴ്സണലി മാത്രമല്ല, നമ്മളുടെ സ്റ്റുഡൻസിനെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ടീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്രയും ഈവൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ബയോപ്സി റിസൾട്ട് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പൊ കുറെ നാളായിട്ടുള്ള ബ്രോക്കൺ റിലേഷൻഷിപ്സ്, നിങ്ങൾക്ക് ആ ഒരാളായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്, പണമായിട്ട് കുറെ ബ്ലോക്കേജസ് ഉണ്ട്, ഇതൊക്കെ ഹീൽ ചെയ്യാനുള്ള പവർ ഈ ഒരു പ്രെയർ കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരാളുമായിട്ടൊരു നല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട്, എന്റെ ഇന്ന ആള് എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ആ ആളുടെ പേര് പറഞ്ഞിട്ട് ഈ ഒരു പ്രെയർ നിങ്ങൾക്ക് ചെല്ലാം. ഐ ആം സോറി, ആളുടെ പേര് പറയാ. പ്ലീസ് ഫോർഗീവ് മീ, ആളുടെ പേര് പറയാ. താങ്ക് യു, ഐ ലവ് യു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹ്യൂലൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഷോക്ക് കൊടുത്തില്ല, മെഡിസിൻ കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം എന്താ ചെയ്തെച്ചാൽ അദ്ദേഹം ആ ഫയൽ എടുത്തു. ആ ഓരോ രോഗികളുടെ ഫയൽ എടുത്തിട്ട് അദ്ദേഹം അവരുടെ ഈ ഒരു ഫയല് എടുത്ത് ബേസ് അദ്ദേഹത്തിന്റെ ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം അവർക്ക് വേണ്ടി എടുക്കുവാണ്. ഈ ആളുകൾ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു ഉത്തരവാദിത്വം എടുക്കുവാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ പേര് പറഞ്ഞ് അദ്ദേഹം ഈ ഒരു പ്രെയർ ഇങ്ങനെ ചാൻറ്റ് ചെയ്യാൻ. അതിന്റെ ഒരു ഫിലോസഫി ഇതാണ്, ആസ് വി സെഡ് ബിഫോർ, നമ്മളെല്ലാവരും എനർജിയാണ്. അപ്പൊ ഞാൻ എന്റെ മമ്മിക്ക് വേണ്ടി മമ്മീനെ ചിന്തിച്ചുകൊണ്ട് ഐ എം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ആ ഒരു ഡോക്ടർ ഹുലൻ ചെയ്തത്, അവരെല്ലാവരും ചിലപ്പോൾ ലൈഫ് അൺഗ്രേറ്റ്ഫുൾ ആയിരിക്കും, പല കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടായിരിക്കും ആ ഒരു അവസ്ഥയിൽ അവർ നിൽക്കുന്നത്. സോ സിൻസ് ഡോക്ടർ ഹുലൻ ഇസ് ഓൾസോ എനർജി, അവരും എനർജി ആയതുകൊണ്ട് അദ്ദേഹം അവരുടെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ആ ഹയർ പവറിലേക്ക് വെൻ യു സേ ദാറ്റ് ഇസ് ഐ എം സോറി ഫോർ ഓൾ ദ മിസ്റ്റേക്സ് ദാറ്റ് ഇസ് മെയ്ഡ് ആൻഡ് പ്ലീസ് ഫോർഗിവ് മീ ആൻഡ് താങ്ക് യു ഫോർ എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് ആൻഡ് ഐ ലവ് യു.
ഈ രീതിയിൽ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ആ ഹയർ പവറിലേക്ക് നമ്മൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നമ്മൾ ഡിയർ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ദിസ് ബിക്കംസ് മോർ എഫക്റ്റീവ്. അപ്പൊ നമ്മളുടെ എന്ത് ബ്ലോക്കേജ് മാറ്റാനും നമുക്ക് ഈ പ്രെയർ യൂസ് ചെയ്യാം. ഇതൊരു മാജിക്കൽ പ്രെയർ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ പണമായിട്ടാണ് നിങ്ങളുടെ ബന്ധം മോശമായിട്ടുള്ളത്, നിങ്ങൾക്ക് ചെല്ലാം, ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, 108 ടൈംസ് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒത്തിരി ആളുകൾക്ക്, സ്ഥലം വിൽക്കാത്ത ആൾക്കാർ ആ സ്ഥലം വിൽപ്പന നടത്താൻ, റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട്, രോഗങ്ങൾ മാറാനായിട്ട്. ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ ഏറ്റവും പ്രത്യേകതയുള്ളത് ബിന്ദുവാണ്. ബിന്ദു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഒരു 2.5 വർഷം ബിന്ദുവിന് ഒത്തിരി അധികം അസുഖങ്ങളുമായിട്ട് ഓരോ ദിവസവും ഇന്ന ഹോസ്പിറ്റലിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഒത്തിരി മരുന്നുകൾ കഴിക്കുന്ന അവസ്ഥയിലാണ് വന്നിരുന്നത്. പക്ഷെ ബിന്ദു ഈ ഒരു പ്രെയർ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി, വർഷങ്ങൾ അത് ബിന്ദുവിന്റെ ഒരു റുട്ടീനാക്കി മാറ്റിയപ്പോൾ ഇന്നിപ്പോൾ ബിന്ദുവിന് വളരെ നല്ല രീതിയിലേക്ക് ഹെൽത്ത് ശരിക്കും ഗെയിൻ ചെയ്യാൻ പറ്റി, ഹീൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ വൈബ്രേഷനും ഓറ മാറിയതുകൊണ്ട് വേറെ ഷീ ഗോസ് ഷീ ഈസ് ഗെറ്റിംഗ് സോ മച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എവിടെ ചെന്നാൽ ആൾക്കാർ വിളിക്കാൻ ഇവിടെ വരണം അവിടെ വരണം എന്ന് പറഞ്ഞ് അവരുടെ ഇവൻ നമ്മുടെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫ്ലെക്സിലൊക്കെ അവരുടെ ഫോട്ടോ വന്ന് അവരുടെ അതിഥികളായിട്ടൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങി. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ദാറ്റ് കംസ്. അതെ, ഹോം മേക്കർ ആണ്. എവിടെ ചെന്നാലും അവർക്ക് അത്രയും ഒരു വാല്യൂ ഉള്ള ഒരാളായിട്ട് അവർ മാറി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഒരു വാക്ക് സംസാരിക്കാൻ അവർക്ക് പേടിയായിരുന്നു. ഇപ്പൊ ഒരു അത്രയും നല്ല രീതിയിൽ സംസാരിക്കും, മറ്റുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറി, എല്ലാ ആൾക്കാർക്കും വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് മാറി. ഏതെങ്കിലും ആളുടെ രോഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് വേണ്ടി ഈ പ്രെയർ ചെല്ലും. അപ്പൊ അങ്ങനെയുള്ള ലെവലിലേക്ക് ഒരു ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് മാറുകയും അവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് ബെറ്ററായി, അവരുമായിട്ടുള്ള റിലേഷൻ ബെറ്ററായി. ഇപ്പൊ ഒരു കാന്തം പോലെ അവർ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്ന ലെവലിൽ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഈ ഒരു 4 പ്രെയർ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ഡോക്ടർ ഹ്യൂലിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒത്തിരി വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്യാറുണ്ട് അമേരിക്കയിൽ. അപ്പൊ ഈ വർക്ക്ഷോപ്പിലേക്കൊക്കെ അദ്ദേഹം ഒരാള് കയറുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, അതിന് മുമ്പേ ഒരു ദിവസം മുമ്പേ അദ്ദേഹം ആ ഹോളിൽ പോകും. ആ ഹോളിൽ പോയിട്ട് ആ എൻ്റെ റൂമിനെ ഹീൽ ചെയ്യും. അപ്പൊ അവിടുത്തെ ചെയർ, അവിടുത്തെ ക്ലോക്ക്, അവിടുത്തെ ഇരിക്കുന്ന ഇതാവാം, ഈച്ച് ആൻഡ് എവറി ഐറ്റം ആ റൂമിലുള്ളത് പുള്ളി അതിന്റെ പേര് പറഞ്ഞ് കാര്യം അതിന്റെ ഒരു ഫിലോസഫി ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ചെയർ, ഈ ചെയറിന്റെ ഇതിനു മുമ്പ് ചിലപ്പോൾ മമ്മി ഇരുന്ന ചെയർ ആയിരിക്കും. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ദാറ്റ് പേഴ്സൺ ഹു എവർ ഗോസ് അവരുടെ എനർജി ഇവിടെ ഇട്ടിട്ടാണ്, ഇതൊക്കെ അവർ ഇട്ടിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ നമ്മൾ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ മീത്തിലേക്ക് അത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻടു. അപ്പൊ ഒരു രീതി നമ്മൾ ഈ കൊറോണയുടെ ഈ വൈറസ് പറയുന്ന പോലെ അപ്പൊ നമുക്ക് അതുകൊണ്ട് നമ്മുടെ മീത്തിലേക്ക് അത് കയറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ക്ലീനൈസ് ചെയ്യണം, നമ്മളിവിടെ ഇറങ്ങുമ്പോഴും നമ്മൾ ക്ലീനൈസ് ചെയ്യണം. കാര്യം നമ്മുടെ എന്തെങ്കിലും തെറ്റായ ധാരണ, നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ, ഇതൊക്കെ ഇതിലേക്ക് അത് കയറാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഓരോ ചെയർ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അത്ര സ്ട്രഗിൾ ഒക്കെ വന്ന് ചിലപ്പോൾ ക്യാൻസറിന്റെ പ്രശ്നം, മറ്റു പ്രശ്നം, കുറെ ഇഷ്യൂസ് ഒക്കെ വന്ന് ആ പേടിയും ഭയത്തോടെയാണ് ഓരോ വ്യക്തികളും അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ചെയർ അവിടെ വന്നിരിക്കുമ്പോൾ അത്ര ആൾക്കാർ ഒരു ദിവസം തന്നെ സോ മച്ച് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ദർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടർ ഹൂലൻ ഇതിനെ പറയുന്നത് ക്ലീനൈസിംഗ് എന്നാണ്, ശുചീകരണം. അതെ, അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യണം, റൂം ക്ലീൻ ആവുള്ള നമ്മളുടെ സോളിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രെയർ ആണ്. ഇറ്റ്സ് എ വെരി എന്തായിട്ട് പറയാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മളിവിടെ ഈ റീസെന്റ് അറിഞ്ഞതാണെങ്കിലും ഹവായിയിൽ വളരെ അറിയപ്പെടുന്ന ഒരു എല്ലാവരും ഒരു ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. എനിക്ക് മാസീവായിട്ട് എക്സ്പെഷ്യലി ചേഞ്ചസ് വന്നിട്ടുള്ളത് ഒന്ന് ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. എനിക്ക് ചെറുപ്പം മുതലേ കുറേ ഈ ബോഡി ഷെയ്മിങ് ഇഷ്യൂസും എനിക്ക് എന്നെ തന്നെ കാണാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈസെൽഫ് അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് വളരെ താഴെയായിരുന്നു. സോ അതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ എവറി ഡേ വെൻ യു സേ ദിസ്, ഞാൻ ഇപ്പൊ കാണുന്ന ഓരോ ആൾക്കാർക്കും, നിങ്ങളിപ്പോ എത്ര പ്രായം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടാവും. വി ഫെൽറ്റ് അതെ ഞാൻ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ലൈഫിലായില്ല, ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ സോളിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് നിങ്ങളിപ്പോ ചിലപ്പോൾ തെറാപ്പി കൗൺസിലിംഗ് ഒന്നും പോണില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെറുതായിട്ടൊരു സമയം മാറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണ്. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ ക്ലീൻ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനാണ് ഇത് സഹായിക്കുന്നത്. നമുക്ക് റൈറ്റ് ആൾക്കാരെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ വൈബ്രേഷൻ ഉയർത്താനും ഒക്കെ ഈ ഒരു പ്രെയർ ചാൻറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇത് നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ മണിയാവാം, നിങ്ങളുടെ ജോലിയാവാം, നിങ്ങളുടെ
തകർന്ന ബന്ധങ്ങളാവാം, നിങ്ങളുടെ ആരോഗ്യമാവാം, ഏതിനും നിങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് 100% റെസ്പോൺസിബിലിറ്റി എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിനോട് ഈ ഒരു പ്രെയർ നിങ്ങൾ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതിന്റെ മെയിൻ ഫിലോസഫി മമ്മി പറഞ്ഞ പോലെ ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി. ഇപ്പോ എന്ത് എന്റെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണം കൊണ്ട് മാത്രമാണ്. അത് എന്റെ ചിന്തയിലാവാം, എന്റെ പ്രവൃത്തിയാവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. നിങ്ങൾ പറഞ്ഞു ഞാൻ കാരണമല്ല, വേറൊരാൾ വന്നതാന്ന്, ഐ എം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് പേഴ്സൺ എൻറ്ററിങ് ഇൻ ടു മൈ ലൈഫ്. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രെയർ നമ്മൾ ചൊല്ലുന്നത്. കാരണം നമ്മളുടെ എനർജി ലെവൽ താഴെ ആകുമ്പോഴാണ് ആ സെയിം വൈബ്രേഷനുള്ള ആൾക്കാർ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ 100% ഉത്തരവാദിത്വം നമ്മുടെയാണ്. അപ്പോൾ ആ ഒരു തിങ്കിങ്ങിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രെയർ നമ്മൾ ചാൻറ്റ് ചെയ്യണ വഴി അതൊരു 100 പ്രാവശ്യമോ 50 ടൈംസോ 55 ടൈംസോ 108 ടൈംസോ നിങ്ങൾ ചാൻറ്റ് ചെയ്യുക. ലൈഫ് ഒരു മാജിക് പോലെ ആകും. അപ്പൊ ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടുകൾ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക. എൻ്റെ ലൈഫിനെ മാജിക്കലി ഈ ഒരു പ്രെയർ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രെയറിന്റെ അത്രയും ഒരു എന്താണ്, എനിക്ക് മമ്മി ഏത് ക്ലാസ് എടുത്താലും നമ്മുടെ ഫ്രീ വെബിനാറിൽ പങ്കെടുത്തപ്പോഴും വി ഈവൻ ഇൻട്രൊഡ്യൂസ് യു ടു ദിസ് ടെക്നിക്. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്താനും നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ്. എസ്പെഷ്യലി പണമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എനിത്തിങ് യു ക്യാൻ വർക്ക് ദിസ് ഔട്ട് ഫോർ എനിത്തിങ്. അപ്പൊ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കമന്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം ഞാനും അനീറ്റയും കൂടി വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പൊ ഞങ്ങൾ കൂടുതൽ വീഡിയോസ് അങ്ങനെ ചെയ്യാം. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീറ്റയുടെ കൂടെ വീഡിയോ ചെയ്യാൻ. അപ്പൊ എന്റെ ഇഷ്ടം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കൊരു ഹായ് തരാൻ, അതൊരു ലൈക്ക് തരാനും നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഇനിയും കുറെ ആസ് യു നോ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ തന്നെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ സച്ച് വീഡിയോസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇനി വേണ്ട വീഡിയോ സജഷൻസും അഫർമേഷൻസ് ആവാം, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കാര്യങ്ങൾ ചോദിക്കാം. ബട്ട് വി വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് 369 നിങ്ങൾക്ക് ഏത് സമയത്തും എഴുതാം. അതിന് പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. അതായത് ഏത് ദിവസവും എഴുതാം. രാവിലെ നിങ്ങൾ 3 ടൈംസ് എഴുതാം, ഉച്ചയ്ക്ക് നിങ്ങളൊരു 6 ടൈംസ് ചെയ്താൽ, രാത്രി നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് 9 ടൈംസ് ചെയ്താൽ. അപ്പോൾ ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഇപ്പം എൻ്റെ അടുത്ത് കൊടുക്കാം, അതൊന്നും നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കടം എന്ന് പറയുന്ന ആ ഒരു അതെ അതൊക്കെ പറയാൻ പറഞ്ഞത്. കുറേ പേരെ കമന്റ് വന്നിട്ടുണ്ട്, എല്ലാം റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരെയും നിങ്ങൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് പ്രസന്റ് ടെൻസിലുള്ള വാക്കുകളാവണം. ദാറ്റ് ഈസ് എനിക്ക് ഈ ഒരു കാര്യം ഇപ്പൊ എന്റെ ലൈഫിലുണ്ട്. സോ ആ ഒരു പിന്നെ അതിനു വേണ്ടി ഫീലിങ്സും കൂട്ടാം. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ഞാൻ ഇംഗ്ലീഷിൽ എഴുതാറ് ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഏൺ 1 lakh rupees per month. ഇതാണ് നിങ്ങൾ എഴുതണമെങ്കിൽ എളുപ്പമാണ്. അതിൽ ഇത്ര നോക്കിയാൽ മതി, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്ക് മലയാളത്തിൽ അതിന്റെ ഫീലിങ്സ് ആയിട്ട് എഴുതാം, ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ എഴുതാം. അടിച്ച് തീർത്തു എന്നല്ല, എനിക്ക് ആ കടത്തിന്റെ എമൗണ്ട് 10 lakhs ആണെങ്കിൽ 10 ലക്ഷം സമ്പത്ത് കിട്ടിയതിന് നന്ദി എഴുതിയാൽ മതി. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് കടത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, അസറ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡെപ്റ്റ് ഫ്രീ ആയതിന്റെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, സന്തോഷം, അത് ഫീൽ ചെയ്യുക. കടത്തെ അങ്ങ് വിട്ട് കളയണ്ട. നിങ്ങൾക്ക് ഒരു 12 ലക്ഷം രൂപ കിട്ടിയതിന് നന്ദി. 10 lakhsന് 20 lakhs ഇരിക്കും. ഉറപ്പായിട്ടും അതിനുള്ളൊരു സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് വന്നു നിങ്ങൾക്ക് എങ്ങനെ ആ വൈബ്രേഷൻ ഉയർത്താം എന്നൊക്കെ പഠിക്കാൻ പറ്റും. അതെ, എൻട്രി ലെവലായിട്ട് നമ്മളുടെ 1 month മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്ന പ്രോഗ്രാം ഉണ്ട്. ദിസ് ഹാസ് ബിൻ മാസീവ് ഹിറ്റ്. പല ആൾക്കാർക്കും ഈ ക്ലാസ്സിൽ വന്ന ശേഷം വളരെ ചുരുക്ക ദിവസങ്ങൾ കൊണ്ടാണ് അവർ അപ്ഗ്രേഡ് ചെയ്ത് എമറാൾഡിന്റെ നമ്മുടെ മെമ്പർഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ബിക്കോസ് പീപ്പിൾ ക്യാൻ റിയലൈസ് ഹൗ മച്ച് വാല്യൂ വി ആർ പ്രൊവൈഡിങ്. ക്ലാസ്സസിൽ വരുമ്പോൾ എത്ര വ്യത്യാസങ്ങളാണ് മുമ്പ് വന്ന ആളും ഇപ്പൊ വന്ന ആളും തമ്മിലുള്ള വ്യത്യാസം അത്ര മാസീവ് ഡിഫറൻസ് ആണ്. വേണമെങ്കിൽ 1-2 പേരുടെ വോയിസ് നമുക്ക് ഇതിന്റെ കൊടുക്കാം. അതെ, വി വിൽ ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുറെ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. സോ മോസ്റ്റ് പ്രോബ്ലി ഐ വിൽ ബി ക്രിയേറ്റിംഗ് ഒരു 20-30 വീഡിയോസ് ഒരുമിച്ചിട്ട് വിൽ ബ്രിങ് സം സക്സസ് സ്റ്റോറീസ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ റിയലൈസ് ഒരു കരിയറിന് വന്ന വ്യത്യാസങ്ങളാവാം, ഹെൽത്ത് ആവാം. സോ എത്ര ഡിഫറൻസ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത ശേഷം ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സോ ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ലെറ്റ്സ് മാനിഫെസ്റ്റ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ടുഗദർ. Thank you. Love you all. Take care.